ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റിൽ ചൈനീസ് റോബോട്ടിനെ സ്വന്തം കണ്ടുപിടുത്തമായി നമ്മുടെ UPയിലെ ഗാൽഗോട്ടിയ സർവകലാശാല അവതരിപ്പിച്ചിരുന്നു. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഉച്ചകോടി വെറുമൊരു PR പ്രകടനം മാത്രമാണെന്നും ഇന്ത്യൻ പ്രതിഭകളെയും ഡാറ്റയെയും പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അവിടെ പ്രദർശിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാജ്യത്തെ വിവരങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. ഉച്ചകോടിയിലെ വിവാദത്തെ തുടർന്ന് മോദി സർക്കാർ ഇന്ത്യയെ ആഗോളതലത്തിൽ പരിഹാസ കഥാപാത്രമാക്കിയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ചൈനീസ് മാധ്യമങ്ങളിൽ പോലും ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത് രാജ്യത്തിന് നാണക്കേടാണെന്ന് പാർട്ടി പ്രസ്താവനയിലൂടെ പറഞ്ഞു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചൈനീസ് റോബോട്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും AI മേഖലയെ സർക്കാർ ഒരു തമാശയായി മാറ്റിയെന്നും കോൺഗ്രസ് പറയുന്നു. ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് നികത്താനാവാത്ത നാശമുണ്ടാക്കിയെന്നും കോൺഗ്രസ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമായുള്ള ഗാൽഗോട്ടിയ സർവകലാശാല ഓറിയോൺ എന്ന പേരിൽ ഒരു നിരീക്ഷണ റോബോട്ടിനെയാണ് ഈ ഉച്ചകോടിയിൽ പ്രദർശിപ്പിച്ചത്. സർവകലാശാലയുടെ 350 കോടി രൂപയുടെ AI പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നായിരുന്നു പ്രൊഫസർ നേഹ സിംഗ് അവകാശപ്പെട്ടത്. എന്നാൽ ഇത് ചൈനീസ് കമ്പനിയായ യൂണിറ്ററിയുടെ റോബോട്ടാണെന്ന് നെറ്റിസൺസ് കണ്ടെത്തുകയും ചെയ്തു. വിപണിയിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന ചൈനീസ് റോബോട്ടിനെയാണ് തങ്ങളുടേതാണെന്ന പേരിൽ ഉത്തർപ്രദേശിലെ സർവകലാശാല അവിടെ അവതരിപ്പിച്ചത്. ഈ വിവാദം കൊടുത്തതോടെ വിശദീകരണവുമായി സർവകലാശാല രംഗത്ത് വന്നു. തങ്ങൾ ഈ റോബോട്ട് നിർമ്മിച്ചതാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് സർവകലാശാല പത്രക്കുറിപ്പിൽ പറഞ്ഞത്. എന്നാൽ ഈ വിശദീകരണവും വ്യാജമാണെന്ന് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ തെളിവ് സഹിതം കണ്ടെത്തി പുറത്തുവിടുകയും ചെയ്തു. ഉച്ചകോടിയിലെ അവതരണ വേളയിൽ സർവകലാശാല ഇത് തങ്ങളുടെ സ്വന്തം കണ്ടുപിടുത്തമായിട്ടാണ് പരിചയപ്പെടുത്തിയതെന്ന് കമ്മ്യൂണിറ്റി നോട്ടുകളിൽ പറയുന്നുണ്ട്. സമ്മിറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഒരു പ്രതിനിധി ഈ റോബോട്ടിന്റെ സവിശേഷതകൾ വിവരിക്കുകയും ഇത് ഗാൽഗോട്ടിയാസ് വികസിപ്പിച്ചെടുത്ത ഒന്നാണെന്ന് പറയുകയും ചെയ്യുന്ന വീഡിയോ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഇതാണ് വലിയ തോതിലുള്ള പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതികവിദ്യകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഉപകരണങ്ങൾ എത്തിക്കുന്നതെന്നും അമേരിക്ക, ചൈന, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതികവിദ്യകൾ ക്യാമ്പസിൽ തങ്ങൾ എത്തിക്കാറുണ്ടെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞു. എന്തായാലും ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ എക്സ്പോ ഏരിയ ഒഴിഞ്ഞുപോകാൻ ഗാൽഗോട്ടിയ സർവകലാശാലയോട് ആവശ്യപ്പെട്ടതായാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ. AI മേഖലയിൽ ലോകത്തിന്റെ നെറുകയിൽ എത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നിരിക്കെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ രാജ്യത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. ആദ്യ ദിവസത്തെ ജനത്തിരക്കിനും അസൗകര്യത്തിനും പിന്നാലെ ഇപ്പോൾ റോബോട്ട് വിവാദം കൂടി വന്നത് സംഘാടകരെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നോയിഡയിലുള്ള ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് 2 ലക്ഷം രൂപയുടെ റോബോട്ട് പട്ടിക വാങ്ങാൻ ആരെങ്കിലും 350 കോടി കൊടുത്തിരുന്നു എന്നതാണ് ഇനി അറിയാനുള്ളത്. ചൈനക്കാർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ട്വിറ്റർ കമന്റ് ബോക്സിൽ ഇമേജായി ഇത് ഇട്ടിട്ടുമുണ്ട്. ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടി മൊത്തത്തിൽ പാളിയെങ്കിലും പലതും മറച്ചു പിടിക്കുകയാണ് സർക്കാർ. ഈ സമ്മിറ്റിന്റെ ആദ്യ ദിവസം പ്രതീക്ഷയിലും വലിയ ജനപ്രവാഹമാണ് ഉണ്ടായത്. ഇത് വലിയ തിക്കിനും തിരക്കിനും കാരണമായി. രജിസ്ട്രേഷൻ നടപടികളിലെ താമസം, പലർക്കും ഹാളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും കുറവ് എന്നിവ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. AI സമ്മിറ്റ് ആയിരുന്നിട്ട് കൂടി ആ വേദിയിൽ വൈഫൈ കണക്ഷൻ തകരാറിലായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് പ്രദർശന സ്റ്റാളുകൾ താൽക്കാലികമായി ഒഴിപ്പിച്ചതും സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്കും സന്ദർശകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. കൂടാതെ ചില ഉൽപ്പന്നങ്ങൾ മോഷണം പോവുകയും ചെയ്തു. ഇതൊക്കെ കൂടാതെയാണ് ചൈനീസ് പട്ടിയെ സ്വന്തം പ്രോജക്റ്റ് എന്ന പേരിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച് ഉത്തർപ്രദേശിലെ യൂണിവേഴ്സിറ്റി നാണം കെട്ടത്.